യഥാർത്ഥത്തിൽ ഈ സത്വഗുണമാണ് മനസ്സിന്റെ യഥാർത്ഥ ഗുണം. ഇതില് രജോ ഗുണ തമോ ഗുണങ്ങൾ വന്നു ചേർന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവർ പറയുന്നു, തുകളെന്ന രജോ ഗുണവും ഇരുളെന്ന തമോ ഗുണവും നീങ്ങിയാൽ മനസ്സെന്ന് പറയുന്നതേ ഇല്ലതായി. വാസ്തവത്തിൽ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ് സുരേഷ് നമ്മൾ മനസ്സിലാക്കിയത്? എന്താണ് മനസ്സ്? വൃത്തയോ മന, സങ്കല്പത്തെയാണ്, സങ്കല്പം ചെയ്യുന്ന സ്വഭാവമാണ് മനസ്സെന്ന് പറയുന്നത്. മനസ്സെന്ന ഏതോ ഒരു സംഭവം അല്ലല്ലോ. അതായത് ഒരേ അന്ധകരണം സങ്കല്പ വികല്പങ്ങൾ ചെയ്ത് മനസ്സായിട്ടും നിശ്ചയം ചെയ്ത് ബുദ്ധിയായിട്ടും അതുപോലെ ഓർമ്മിക്കൽ തുടങ്ങിയത് ചെയ്ത് ചിത്തമായിട്ടും ഞാനെന്ന് ഊറ്റം കൊണ്ട് അഹങ്കാരമായിട്ടും ഇരിക്കുന്നു. ഒരേ അന്ധകരണമാണ്. ഈ അന്ധകരണം 4 പ്രബല വൃത്തികളാണ്: മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം. ഇതിലെ മനസ്സാണ് ഇവിടെ ഏറ്റവും പ്രശ്നക്കാരൻ. ഈ മനസ്സ് എപ്പോഴും ഈ വിക്ഷേപത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ല, ചലനത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് നിലപ്പിച്ച് കണ്ടാൽ അവർ പറയുന്നു, ഈ ജ്ഞാനം ആത്മജ്ഞാനം എങ്ങനെ ഇരിക്കുന്നു? കണ്ഠമാല പോലെ. വാസ്തവത്തിൽ ഇത് നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാവരും ആത്മസ്വരൂപികളായിട്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ അതിനൊന്ന് ബോധിക്കാൻ തക്ക കർണശുദ്ധി ഇവിടെ ഇല്ലാതെ പോയി. കർണശുദ്ധിയുടെ അഭാവമാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മനസ്സിന്റെ ശുദ്ധി തന്നെ, വേറെ ഒന്നുമില്ല. വേറെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുണ്ടോ കൃഷ്ണ? ആട്ടിൻപറ്റത്തിൽ വളർന്ന ഒരു സിംഹക്കുട്ടിയുടെ ഏതാ പറഞ്ഞത്? സിംഹക്കുട്ടി എത്രയോ കാലം കൊണ്ട് ആട്ടിൻപറ്റത്ത് വളർന്ന് അത് ആടിനെ നോക്കിക്കൊണ്ട് ആട് ചെയ്യുന്നതിനെ അനുകരിച്ച് ഇങ്ങനെ ജീവിതം നയിച്ചു കൊണ്ട് പോവുകയായിരുന്നല്ലോ. അപ്പോഴാണ് കാട്ടിൽ നിന്നൊരു സിംഹം ഇതിനെ കാണാനിടയായതും ഇതിനെ ഓടിച്ചിട്ട് പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയത്. നീ സിംഹമാണെന്ന് എന്നോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അല്ലെന്ന് പറഞ്ഞു. കാരണം അതിന് അങ്ങനെ ഒരു പഴക്കമില്ലല്ലോ. അത് ജനിച്ച അന്ന് മുതലേ ആടായിട്ടാണ് അത് ജീവിച്ചു പോരുന്നത്. അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇങ്ങനെ ആ കാട്ടില് മറ്റേ സിംഹം ഇതിനെ ധരിപ്പിക്കാൻ എത്രയോ ഉപദേശങ്ങൾ ചെയ്തു. ഒടുവിലൊരു കിണർ കൊണ്ടുപോയി അതിന്റെ പ്രതിച്ഛായ കാണിച്ചു കൊടുത്തു. അതിനുശേഷം മാത്രമേ അതിന് സിംഹമൊന്ന് ഉണരാൻ സാധിച്ചുള്ളൂ. ഇതുപോലെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു ഗുരു ഈ പറയുന്ന കണക്ക് ദാഷ്ടാന്ത ദൃഷ്ടാന്തങ്ങളിലൂടെ ഈ ജീവനെ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണിച്ചു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ജീവൻ നീ ആരാണ്? നീ ആത്മാവാണ്, പരമാർത്ഥ സ്വരൂപിയാണ് നീ എന്നത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഇവിടെ വേദവും ചെയ്തിരിക്കുന്നത്. അപ്പോ ചോദ്യം ഇതാണ്, ഇത് കാണിച്ച് കൊടുക്കുന്നതിന് മുമ്പ് അത് സിംഹമല്ലായിരുന്നു. പക്ഷെ അത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അറിയാതെ ഇരുന്നുകൊണ്ടുള്ള കുഴപ്പം എന്താണ്? ഈ ഭയവും ഈ വിഫലാദികളും അതിൽ ഉണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ. കാരണം താൻ എപ്പോഴും ആടിനെ പോലെ പേടിച്ച് ഒരു ശബ്ദം കേട്ട ഓടും, പേടിച്ചോടും. സിംഹത്തിന് ആ ഭയമുണ്ടോ? ഇല്ല, ധീരനാണ്. ഇതുപോലെ അപ്പൊ തന്റെ യഥാർത്ഥ സ്വരൂപം അറിഞ്ഞ് ആ ആടെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ആ സിംഹം, ആ തെറ്റിദ്ധാരണ നീങ്ങി താൻ സിംഹം എന്ന സാക്ഷാത്കാരത്തെ ഉണ്ടായപ്പോൾ അതിന്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടമാകാൻ തുടങ്ങി. തന്റെ ആ സിംഹം എന്നുള്ള ലക്ഷണം പ്രകടമായതുപോലെ ഈ ജീവൻ ഈ ഭയന്ന് മരിച്ചു പോകുമെന്നും ജനിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കഴിയുന്ന ഈ ജീവൻ തന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞ് ഭയവും ഇതെല്ലാം മാറി എങ്ങനെ ഇരിക്കും? അത് ബ്രഹ്മരൂപമായി പ്രകാശിക്കും. ഇതിന് ഉണരുന്നതിനെയാണ് ഇത് ഉണർന്നവരെയാണ് ജ്ഞാനികളെന്ന് പറയുന്നത്. ഈ തത്വത്തെ പരോക്ഷമായി ഉണരാം, അപരോക്ഷമായി ഉണരണം. പരോക്ഷമായി ഉണരുന്നതിനെയാണ് നമ്മൾ ശ്രുതിശാസ്ത്രങ്ങളെ കൊണ്ട് ഇതിനെ അറിയുന്നതിനാണ് പരോക്ഷമായി ഉണർന്നു എന്ന് പറയുന്നത്. പക്ഷെ പരോക്ഷമായിട്ട് ആണെങ്കിൽ പോലും അത് അതിന്റെ ശരിയായ രൂപത്തിൽ ഉണരുന്നവർ അപൂർവമാണ്. അതിനെന്ത് വേണം സുരേഷ്? ഗുരുശാസ്ത്രങ്ങളിൽ വേണ്ടത്ര വിശ്വാസം വെക്കണം. ഗുരു പറയുന്നതിൽ ഒരു കാരണവശാലും തെറ്റില്ല എന്നുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഇത് പരമോ അതായത് അലൗകികമാണ് ഈ രഹസ്യം. ഇതിന് ജ്ഞാനത്തിന്റെ ഒരു രഹസ്യമാണ്. ഈ രഹസ്യത്തെ പരസ്യമാക്കുന്നത് ഗുരുവാണ്. അത് എല്ലാവർക്കും രഹസ്യത്തെ പരസ്യമാക്കാൻ പറ്റില്ല. കാരണം അതിന് ഒരുവിധം അന്ധകരണ ശുദ്ധിയൊക്കെ വന്ന് ഒരുവിധം ആ പുണ്യബലമൊക്കെ ഉള്ളവർക്കാണ് ഇത് ഉപദേശിക്കേണ്ടത്. അല്ലാത്തവർ ഉപദേശിക്കാൻ പാടില്ല. ഇതിനൊക്കെ നിയമങ്ങളും ഉണ്ട്.
അപ്പൊ ഇതാണ് ഇവിടെ വന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? ഈ ശുദ്ധമായിരിക്കുന്ന ഈ മനസ്സ്, വാസ്തവത്തിൽ ആ മനസ്സുള്ളവരെല്ലാം ജ്ഞാനികളാണ്. ശുദ്ധമായിട്ടുള്ള മനസ്സെന്ന് പറഞ്ഞാൽ സത്വഗുണ പ്രധാനമായ മനസ്സെന്നാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ പറഞ്ഞ നാരായണ ഗുരുദേവനായാലും ബുദ്ധനായാലും എല്ലാവരുടെ ജീവചരിത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അവരെല്ലാം ആദ്യം ഇവർക്ക് അനുകമ്പയും സ്നേഹവും ഇതൊക്കെ ഉണ്ടായത്. കാരണം അവർ ജ്ഞാനികളാണ്. മറ്റ് അന്യ ജീവികളോട് ദയയും ഒക്കെ അവർ പരിപാലിച്ചിരുന്നു. എന്നിട്ട് ശ്രുതി തന്നെ പറയുന്നു, ഗുരുദേവൻ തന്നെ പറഞ്ഞിരിക്കുന്നു, കരുണാവാൻ നബി മുത്തുരത്നമോ സ്നേഹവാൻ യേശുദേവനോ, ഇതെല്ലാം ഭഗവാൻ നമ്മുടെ നാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ജ്ഞാനം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സത്വഗുണ പ്രധാനികളായിരിക്കുന്നവരുടെ നേച്ചറാണ്. നേച്ചർ അത് വരുന്നതല്ലെന്ന് പറഞ്ഞു. ഇത് ഇതിനകത്ത് ഇൻബിൽഡാണ്. പക്ഷെ നമുക്ക് എന്ത് പറ്റും? ഈ രജോഗുണ തമോ ഗുണങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യും? ഈ സത്വഗുണത്തിനെ ചുരുക്കിക്കളയും. ഇതിലിരിക്കുന്ന കാരുണ്യത്തിനെയും സ്നേഹത്തിനെയും ആദരവ് ഇതെല്ലാം തന്നെ അത് ചുരുക്കിക്കളയും. ഇതിനാണ് അഹങ്കാരം. അതിൽ നിന്ന് പൊന്തി വന്നതാണ് ഞാൻ എന്ന ഭാവം. ഞാൻ എന്ന ഭാവം ഏതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? കൃഷ്ണ, ജാതി, വർണ്ണം, ആശ്രമം, ഇങ്ങനെ ഇതിനെ പിടിച്ചാണ് ഇത് നിൽക്കുന്നത്. ജാതി, ഞാൻ ഇന്ന ജാതിയാണെന്നുള്ള അഭാവം. വർണ്ണം, നമ്മൾ ഇതുപോലെ ഈ പറഞ്ഞ ആശ്രമം, ഈ ആശ്രമം നമ്മുടെ ശ്രീരാമന്റെ ആശ്രമം, മറ്റേ ആശ്രമം, ഇങ്ങനെ ഈ തരത്തിലുള്ള വേർതിരിവുകളോട് കൂടിയാണ് ഇത് രജോഗുണ തമോ ഗുണങ്ങൾ ഭരിക്കുന്ന രൂപത്തിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. ഇതിനെ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ആ വിവേകത്തില് ഇതിനെല്ലാം ഉപശമിപ്പിച്ച് നിന്ന് ആ സത്വഗുണത്തിൽ തന്നെ നിന്ന് പഴകി സാധിക്കാവുന്ന കാര്യമാണ്. മനസ്സെവിടെ ശുദ്ധി അടയുന്നു അവിടെ ജ്ഞാനം പ്രകാശിക്കും. മനസ്സിന്റെ അശുദ്ധി തന്നെയാണ് ഇപ്പോ ഇതിനെ ബോധിക്കാതിരിക്കാനുള്ള കാരണം. അല്ലാതെ ആത്മസ്വരൂപത്തിന് ബാധിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അത് ബോധിക്കുന്നില്ല എന്തുകൊണ്ട്? ഈ രജോഗുണ തമോ ഗുണങ്ങള് അതെന്താണ് ചെയ്യുന്നത്? ഇതിന് ഈ ജ്ഞാനത്തിന് പ്രതിബന്ധം സൃഷ്ടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് രജോഗുണ തമോ ഗുണങ്ങൾ. അതുകൊണ്ടാണ് അവർ പറഞ്ഞ ഈ അവിദ്യ, ഇതിനെ ഈ രജോഗുണ തമോ ഗുണങ്ങളെ ശാസ്ത്രം പറയുന്നു അവിദ്യ. ഈ അവിദ്യയെ നീക്കിയാൽ മതി. ഈ അവിദ്യ മാറുന്നത് തന്നെ ജ്ഞാനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അവിദ്യ എങ്ങനെ നീക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു, ജ്ഞാനം കൊണ്ട് ഈ അജ്ഞാനത്തെ നീക്കാം. ഇത് അജ്ഞാനം എന്ന് പറയും. ഈ അജ്ഞാനത്തെ ജ്ഞാനം കൊണ്ട് നീക്കിയാൽ ഈ ജ്ഞാനാജ്ഞാനങ്ങൾ രണ്ടും കൂടെ ഇല്ലാതാവും. ഇത് തന്നെയാണ് തന്റെ യഥാർത്ഥ രൂപം. ആ രൂപത്തെ പറ്റി അനന്തന് പോലും വർണ്ണിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു അപാര ഒരു മഹിമയാണ് തന്റെ രൂപമായിട്ട് നിൽക്കുന്നത്. അത് പറയാനൊക്കില്ല. അവാത്മന സഹോദരമായിരിക്കുന്ന ബ്രഹ്മം എന്ന വേദങ്ങള് മുറവിളി കൂട്ടിയിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ശുദ്ധമായിരിക്കുന്ന സത്വഗുണം അതാണ് മനസ്സിന്റെ യഥാർത്ഥ രൂപം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണെങ്കിൽ എങ്ങനെ ഈ ജ്ഞാനികളിൽ മനസ്സ് ഇല്ലാതെ വന്നതിന് ശേഷം പിന്നെ എങ്ങനെ അവരിൽ പ്രവൃത്തി കാണുന്നു എന്ന് ചോദിച്ചാൽ അത് നമുക്ക് നേരത്തെ പറഞ്ഞു തന്നു. രജോഗുണ തമോ ഗുണങ്ങളുടെ നാശമാണ് സ്വരൂപനാശം. മനസ്സിന് രണ്ട് നാശങ്ങളാണുള്ളത്, സ്വരൂപനാശവും അരൂപനാശവും. സ്വരൂപനാശം എന്ന് പറഞ്ഞാൽ രജോഗുണ തമോ ഗുണങ്ങൾ ഇല്ലാതാവുന്നത്. ഇങ്ങനെ ഇല്ലാതായവരാണ് ജീവൻ മുക്തന്മാരായിട്ട് ഇതിലിരിക്കുന്നത്. രണ്ടാമത് ഈ പ്രാരബ്ധ ശരീരം കൂടെ ഇല്ലാതാകുമ്പോഴാണ് ആ വിദേഹമുക്തന്മാരിൽ വരുന്നത്. അതാണ് ഈ വിദേഹമുക്തിയിലാണ് അരൂപനാശം, മനസ്സിന്റെ അരൂപനാശം സംഭവിക്കുന്നത്. ഈ സത്വഗുണത്തിന്റെയും നാശം അവിടെ സംഭവിക്കും. ഗുണങ്ങളെല്ലാം മായാകാര്യങ്ങളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതില്ലാത്തതാണ് ആണെന്നുള്ള രൂപത്തിൽ ഇത് പരിപൂർണമായും ആവുന്നത് തന്നെയാണ് ശുദ്ധമായിരിക്കുന്ന വിദേഹമുക്തി. വിദേഹമുക്തി പദത്തെ ഒന്നും ആർക്കും ഇതുവരെ വിശകലനം ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്താണെന്നുള്ളത്. പക്ഷെ നമുക്ക് ഇത്രേ ചെയ്യാവൂ. ഈ ജീവൻ മുക്തിയെ കൊണ്ടുവരണം. ഒരു ജീവൻ അനാദിയായിട്ട് ഈ ജനനമരണ സംസാര ദുഃഖത്തിൽ അകപ്പെട്ട് ഇങ്ങനെ കഴിയുന്ന ജീവൻ ഏതാനും പുണ്യവിശേഷത്താൽ ഈ പറഞ്ഞ കണക്ക് ഒരു സദ്ഗുരു ലാഭമുണ്ടായി, സത്ശാസ്ത്രങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടായി,
ഇങ്ങനെ കഴിഞ്ഞു വരവേ അയാൾക്ക് ആദ്യം ഈ ജീവൻ മുക്തി നില കൈവരും. അതെങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ വിജയാവണ്ണം തത്വമസി നിരൂപണം ചെയ്യുകയാണ്. അതില് 90 ലക്ഷ്യമായി വരാൻ വേണ്ടിയിട്ട് ജീവന്റെ ഉപാധികളെ നേതി ചെയ്ത് അതിന്റെ അവധിയിൽ പ്രകാശിച്ച ആ ചൈതന്യം മാത്രമായിട്ട് ഏറെ നേരം സമാധി കൊണ്ട് അതിൽ നിന്ന് ഉണർന്നു വന്ന ആ പ്രതിഭിജ്ഞ സംസ്കാരം ഈ ജാഗ്രത കർമ്മങ്ങളിലും കലർത്തി. അതായത് ജാഗ്രതയിൽ എങ്ങനെ കർമ്മം ചെയ്യാം എന്ന് ചോദിച്ചാൽ അത് നിഷ്കാമ്യമായിട്ട് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. ആ രൂപത്തിലാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത്. കാരണം ശിഷ്ടപ്രാരബ്ധത്തെ ബ്രഹ്മാനന്ദ രസമാക്കി അനുഭവിച്ചാണ് അവർ മുക്തരാവുന്നത്. ശിഷ്ടപ്രാരബ്ധം എല്ലാവർക്കും ക്ലേശകരമാണല്ലേ. എന്തുകൊണ്ട്? ഈ ലോകസത്യബുദ്ധി നേരത്തെ നിലവിൽ ഇരിക്കുകയായിരുന്നു. ഈ ലോകസത്യബുദ്ധിയും ഞാൻ ദേഹമാണെന്നുള്ള ഒരു വിപരീത ജ്ഞാനവും ഇതില് തഴച്ചു നിന്ന കാലമാണ് ഇതെല്ലാം ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇയാൾ ഈടായത്. ഇപ്പൊ ആ ജ്ഞാനോദയമായി. അതോടുകൂടി അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ ദേഹത്തെ തന്നെയാണ് പറഞ്ഞത്. ഇത് ഈ പറഞ്ഞ സഞ്ചിത കർമ്മം, പ്രാരബ്ധ കർമ്മം, ആഗാമിക കർമ്മം, ഈ 3 കർമ്മങ്ങളെയാണ് അജ്ഞാനമായിട്ട് പറഞ്ഞത്. ഇത് പൂർണ്ണമായി ഇല്ലാതാകുന്നത് തന്നെ പരിശുദ്ധമായിരിക്കുന്ന മുക്തി തന്നെ. മനസ്സിലായില്ലേ? ഈ 3 കർമ്മങ്ങൾ തന്നെയാണ് 3 ശരീരങ്ങളായിട്ടിരിക്കുന്നത്. അതായത് സഞ്ചിത കർമ്മമാണ് കാരണ ശരീരമായിരിക്കുന്നത്, പ്രാരബ്ധ കർമ്മമാണ് സ്ഥൂല ശരീരമായിട്ടിരിക്കുന്നത്, അതുപോലെ ആഗാമിക കർമ്മമാണ് സൂക്ഷ്മ ശരീരമായിട്ടിരിക്കുന്നത്. ഈ 3 ശരീരങ്ങളും അജ്ഞാനത്തിനാൽ ഏർപ്പെട്ടതാണ്. ഈ 3 ശരീരങ്ങളും എന്റേതല്ല, ഞാനുമല്ലത്. ഈ രൂപത്തിൽ താൻ കേവലം അറിവേ സ്വരൂപം, കേവല അറിവേ സ്വരൂപമായിട്ട് താൻ എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുന്നു, അവൻഛിന്നമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒന്നിനാലും നിഷേധിക്കാൻ സാധിക്കാതെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു താൻ. ഇതിനെ തിരിച്ചറിയണമെങ്കിൽ എന്താണ്? സൂക്ഷ്മബുദ്ധി. ആ സൂക്ഷ്മബുദ്ധി കെടുത്തിയാണ് ഈ രജോഗുണ തമോഗുണങ്ങൾ ഈ ജ്ഞാനത്തിന്റെ വിരുദ്ധത സൃഷ്ടിച്ച് നിലകൊള്ളുന്നത് എന്ന് മനസ്സിലായിക്കൊള്ളും. ഇതൊക്കെ അവർ പറഞ്ഞു തന്ന വലിയ സൂത്രങ്ങളാണ്. ഇത് നമുക്ക് ജ്ഞാനത്തിന് പ്രതിബന്ധം എന്ന് കണ്ടാൽ വിവേകികൾ എന്ത് ചെയ്യുക? അത് വിട്ടുപേക്ഷിച്ചാണ്, അല്ലെങ്കിൽ അതിൽ പൊരുതുമില്ല, അതുമായിട്ട് ചേർന്ന് യുദ്ധം ചെയ്യില്ല. വിട്ടുകള എന്ന് പറയും. തോൽക്കാൻ പടി എന്ന് പറയും. ഇങ്ങനെയൊക്കെ പല മഹത്തുക്കളും ഈ ഭാഗം ചർച്ച ചെയ്തിട്ടുണ്ട്. അറിയുന്നത് വരെ നമുക്കത് വലിയ സംഭവം പോലെ തോന്നും. അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു നാടകം. ഇതൊരു നാടകമേ ഇതൊക്കെ. ഇതൊരു നാടകം. ഈ അന്ധക്കരണോ ചെയ്യുന്നത് ഒരു നാടകമാണ്. ഈ നാടകത്തിന് താൻ സാക്ഷിയാണ്, കേവല സാക്ഷിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ അറിയാതിരിക്കുന്ന കാലത്തോളം ഇതെന്തോ വലിയ സംഭവം പോലെ നമുക്ക് ഇരിക്കും. തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇത് ആനന്ദ രസമായിട്ട് തന്നെ അവർക്ക് ഇതില്, അമൃതരസമായിട്ട് തന്നെ ഇതില് അത് നടമാടും. ഇങ്ങനെയാണ്. ഇതാണ് ഈ 21ാമത്തെ പദ്യം. അവർ പറയുന്നു, വർത്തമാനത്തിൽ വരുവത ഉൺപാ. വർത്തമാനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഇതിന് സ്വീകരിക്കും, അത് അവര് ഉൺപാ, അവരനുഭവിക്കും. വന്നതിനെ പറ്റിയും പോകുന്നതിനെ പറ്റിയും നികഴ്ന്ന് മകിഴാർ വാടാ. അതിനെപ്പറ്റി ആലോചിച്ച് ദുഃഖിക്കുകയോ സന്തോഷിക്കുകയോ ഇല്ല. കർത്തനാം അകന്തയെ വിട്ട്, ആ കർത്താവായിരിക്കുന്ന അഹങ്കാരത്തിന് വിട്ട് അകർത്തനായി, കർത്താവല്ലാതെ അകർത്താവാകി, കരണവൃത്തികൾ അവത്തെ കാൺപാരാകി, ഈ വൃത്തികളെ കാണുന്നവനെ ആ സാക്ഷിയായി, മുക്തരായിരിക്കലുമാ, അങ്ങനെ മുക്തന്മാരായിരിക്കലുമാ. അങ്ങനെ ഇരുന്ന് ഭുജിപ്പും കൂടും. അതിന് അനുഭവിക്കുന്നതിന് തെറ്റില്ല. വർത്തമാന കാലത്തിൽ വരുന്നതിനെ മാത്രം അനുഭവിച്ചുകൊണ്ട് വന്നതിനെയോ പോയതിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ കഴിയുന്ന രൂപത്തിലാണ് പോലും മുക്തന്മാർ ഇതിൽ ഇരിക്കുന്നത്. മുക്തന്മാരെ വേണ്ടിയിരിക്കുന്നത് അവർക്ക് ഈ പറഞ്ഞെടുക്ക് ഭാവിയില്ല, ഭൂതവും കേവല വർത്തമാനം മാത്രം. ആ സമയത്ത് അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ ഇത് നമ്മുടെ ചിന്മയ സ്വാമിയോട് പാടാറ്. ഇങ്ങനെയാണ് മുക്തരായിരിക്കരുമ മുച്ചിപ്പുന്തിരും മുട്ടിലെ അരുന്ന് ചങ്കൈ മോചിപ്പായേ. ഇനി 22ാമത്തെ പദ്യത്തിൽ പറയുകയാണ്,
വിവകാര വേളയെല്ലാം സമാധി என்றால் വികൽപ്പമன்றോ മനം അലൈന്തു വിടാതോ വിട്ടാൽ അവദാനം കഴിവുമன்றോ വെന്റാകിൽ അതற்കൊരു തിരുട്ടാന്തം കേൾ ആശൈകൊണ്ട് നവமாக പരമരുടൻ തന്നെ കൂടിനയന്ന് സുഖമനുഭവിച്ച നാരിനെഞ്ചം നവமாக മനത്തൊഴിലുകൾ ചെയ്യുമ്പോഴും നഴുവിയ സുഖം തന്നെ വിടാതെ. അത് നമ്മൾ കഴിഞ്ഞ തവണ വായിച്ചത് തന്നെയാണ്. ഇത് വേറൊന്നുമല്ല, ഒരു സ്ത്രീയെ ഉപമിച്ചുകൊണ്ട് ഈ പറയുന്ന ഈ ഭാഗം പിന്നെ വിളക്കിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം വ്യവഹാരവേള നമുക്ക് ദുഃഖപ്രദമാണ്. വ്യവഹരിക്കാൻ പറഞ്ഞാൽ ദുഃഖമാണ് അല്ലേ എല്ലാവർക്കും. പക്ഷെ ഇവിടെ ഒരു തന്റെ സ്വരൂപത്തെ അറിഞ്ഞു ഉണർന്ന ജ്ഞാനിക്ക് ഈ വ്യവഹാരം സമാധിയാണ്, സമാധി ദശയാണ്. അത് എങ്ങനെയാന്നുള്ള ഒരു യുക്തി നിങ്ങൾ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയും. കൃഷ്ണ വ്യവഹരിക്കുന്നത് സമാധിയാണോ അവർക്ക്? വ്യവഹാര വേളയല്ല സമാധി ഏൽപ്പാ. സാക്ഷി രൂപമായിരിക്കണം. ഈ പറയുന്ന അന്ധകരണത്തിന്റെ തൊഴിലുകൾ ഇതിന്റെ മുമ്പില് നാടകമായി നടക്കുന്നു. മഹത്തിൽ പറഞ്ഞു തന്നു ഇതൊരു നാടകമാണ്. താൻ ഇതുമായിട്ട് ചേർന്നിട്ടില്ല. താൻ താനുമായിട്ടുള്ള ബന്ധം എന്താണ്? കേവലം താൻ ഇതിന് ദൃക്കാണ്. ഈ ദൃശ്യങ്ങൾക്കെല്ലാം താൻ ദൃക്കാണ്. ദൃക്ബ്രഹ്മം ദൃശ്യം മായേതി. ദൃക്ബ്രഹ്മം ദൃക്കം വെച്ചാൽ എങ്ങനെയുള്ള ദൃക്ക്? സർവദൃക്കാണ്. ഒറ്റ ദൃക്കല്ല, വെറും ഒരിടം മാത്രമല്ല കാണുന്നത്. സ്വാമി പറഞ്ഞാൽ കേട്ടു, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് ഈ ഫ്രണ്ട് ഭാഗമല്ലേ കാണാൻ പറ്റുള്ളൂ. മുകളിലും കാണാക്കുന്നില്ല, താഴെയും കാണാക്കുന്നില്ല, സൈഡിലും ഇല്ല, ബാക്കിലും ഇല്ല അല്ലേ? ഇതങ്ങനെയല്ല, എല്ലാം ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ദൃക്ക്. സർവദൃക് രൂപനായിട്ടാണ് ഈ ആത്മാവിരിക്കുന്നത്. അപ്പൊ ഈ സർവദൃക്കായിട്ട് താനെങ്ങോട്ട് ചമഞ്ഞാൽ, വേറെ കുത്തി പറഞ്ഞാൽ, ഈ വിഷയങ്ങളിൽ വികാരപ്പെടാതിരുന്നാൽ മതി. ഇതിനെയാണ് പറയുന്നത്. ഈ വിഷയങ്ങളിൽ വികാരപ്പെടാതിരുന്നാൽ മതി. വികാരപ്പെടുന്നത് എന്തുകൊണ്ടാണ്? താൻ അതിൽ ചേർന്നുണ്ട്. താൻ അതിൽ ചേർന്നില്ലെങ്കിലോ വികാരപ്പെടില്ല. താൻ അതിൽ നിന്ന് പിരിഞ്ഞാൽ, അതിൽ നിന്ന് തന്നെ കൂടെ മാറ്റിക്കൊള്ളണം, അതിനെ പിടിച്ചു, അല്ലെങ്കിൽ അതിനെ വിടർത്തിക്കൊള്ളണം, അതിനെ അന്യപ്പെടുത്തി താൻ അതിൽ ചേരാതെ ഇതിന് സാക്ഷിയായിട്ടിരുന്ന് പഴകിയാൽ അവർ പറഞ്ഞു ഇതാണ് സമാധിയുടെ ഒരു നേച്ചർ, ഇതാണ് വാസ്തവത്തിൽ സമാധിയുടെ നേച്ചർ. ഇത് നമ്മളിപ്പോ ഒരു ചെറിയൊരു ബലപ്രയോഗത്തിലും ചെറിയ ചില ഇതിലൊക്കെയാണ് സംഭവിച്ചത്. മറ്റേതെങ്ങനെയാണ്? ഒരു നാച്ചുറലായിട്ട് അങ്ങ് നിൽക്കും, ഇതേ കണക്കങ്ങ് മാറി നിൽക്കും. ഇത് തന്നെയാണ് സംഭവം. അപ്പൊ നമ്മള് സാക്ഷി പഴകുകയാണ്, പക്ഷെ യഥാർത്ഥത്തിൽ ആ സാക്ഷി രൂപമായിട്ട് സമാധി അനുഭവത്തിൽ ഇരിക്കുകയാണ്. താൻ മാത്രമേ ഉള്ളൂ. ഇനി അഥവാ ഉണ്ടെങ്കിൽ അതെല്ലാം ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളുടെ സ്വഭാവം താനും അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതെല്ലാം തന്റെ മുമ്പിൽ ഇരിക്കുന്നെങ്കിലും അതും താനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊന്നും തന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത കേവലം ഈ ചെറിയ തുരുമ്പുകളാണത്. അതോ ഉണ്ടെങ്കിൽ താനാകുന്ന ബൃഹത്തായ അതിനെ ഒന്ന് സ്പർശിക്കാനോ അതിനെ ഒന്ന് അനക്കാനോ സാധ്യമല്ല ഒന്നിനും. ഈ രൂപത്തിലുള്ള ഒരു ഇരുപ്പാണ് സമാധിയിൽ ഒരാളുടെ അനുഭവം. അനുഭവിച്ചറിയാനുള്ള രഹസ്യമാണ് സുരേഷ്. ഇത് വരാതിരിക്കാൻ കാരണം എന്താണ്? മനസ്സിൽ ഈ രജഗുണ തമോ ഗുണങ്ങൾ എപ്പോഴും നമ്മൾ എന്താ പറയും, താലോലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ എടുത്ത് കളഞ്ഞല്ലാതെ ഞാനും ഇതിൽ വരാൻ പോണില്ല ആർക്കും. ഇതിന്റെ സന്തതി പരമ്പരകളാണ് ഈ പറയുന്ന രാഗദ്വേഷ മതമത്സരങ്ങൾ. ഇതിനെ ആ മൂടോട് പിഴുതെറിഞ്ഞവരെയാണ് ജ്ഞാനികളെന്ന് അവര് പരോക്ഷമായിട്ട് അവര് ജ്ഞാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ചിലർക്ക് അതിന് കഴിയില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? ആ സാഹചര്യങ്ങളെ അവർ സൃഷ്ടിക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതാണ് അപ്പൊ ഇവിടെ പറയുന്നു, വിവകാര വേളയെല്ലാം സമാധി என்பார். ഇവർക്ക് ഈ ജീവൻ മുക്ത പുരുഷന്മാർക്ക് അവരുടെ വ്യവഹാര വേളകള് സമാധിയാണ്. അതെന്തെന്ന് വെച്ചാൽ ഈ
വ്യവഹരിക്കുന്ന അന്ധക്കരണം അതിന് സാക്ഷിയായിട്ടാണ് താൻ ഇരുന്നതെന്നുള്ള ആ ബോധ്യത്തോടു കൂടി അതിനെ കണ്ടോണ്ട് നിൽക്കും. ഇത്രയും അതുപോലെ സമയത്ത് എന്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണമെന്ന് അറിയാമോ? തന്റെ ഉള്ളിൽ നടക്കുന്ന സിനിമ ഇങ്ങനെ ഇരിക്കുക, ആരെങ്കിലും പോയി വേറെ സിനിമകൾ കാണുള്ളൂ എന്ന് ചോദിച്ചു. ഇതല്ലേ വലിയ സിനിമയല്ലേ പ്രൊജക്ട് ചെയ്തോണ്ടിരിക്കുന്നത് തന്റെ ഉള്ളിൽ, മനസ്സിലല്ലേ? അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ ഈ തുച്ഛമായിരിക്കുന്ന ഇതിനെയെല്ലാം വിട്ട്, ഇത് കേവലം സ്വപ്ന സന്നിഭം എന്ന് ശാസ്ത്രം ഇതിനെ പറയുന്നത് സ്വപ്ന സന്നിഭം ജഗം. കേവല സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെ ആരെങ്കിലും വലിയ പ്രമാദമായിട്ട് അവതരിപ്പിക്കുമോ? സ്വപ്നത്തിൽ കണ്ടു ഒരു പണപ്പെട്ടി കളഞ്ഞിട്ടു, സ്വപ്നത്തിൽ കണ്ടു, അത് ഉടനെ തന്നെ അത് ഇത്ര പ്രമാദമായി അവതരിപ്പിക്കുമോ? അല്ലെങ്കിൽ ആ കിട്ടിയ പണത്തില് ആരെങ്കിലും ഊറ്റം കൊള്ളുമോ? ഇത് തോന്നലായിരുന്നു. ഇതുപോലെ സ്വപ്ന സന്നിഭമായിരിക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഈ ജഗത്തിരിക്കുന്നത്. ഈ ജഗത്ത് സ്വപ്ന സന്നിഭം ജഗം, വന്നതും പാരാമൽ പോന്നതും നിനയാമൽ ബോധമായി പൂർണ്ണമായിരിപ്പായി. വന്നത് പാരായെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ലാഭമായിട്ട് കിട്ടിയത് അതിനെപ്പറ്റി ഒന്നും വിചാരിക്കേണ്ട. അതുപോലെ തന്നെ കുറെയൊക്കെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള അതിനെപ്പറ്റി ചിന്തിക്കാതെ കേവലം ഇതിനെ തള്ളി തന്റെ ആ ബോധരൂപമായിട്ട് തന്നെ അങ്ങനെ സ്ഥിതി ചെയ്യാം. ഒരാൾ സ്ഥിതി ചെയ്യാം. അങ്ങനെ സ്ഥിതി ചെയ്യുന്നവർക്ക് ഒരു പറയുന്ന ഈ സമാധി അനുഭവം ഇതിൽ കരുതന പറയുക പോലെ പ്രത്യക്ഷമാകും. ഇതാണ് നമ്മുടെ യഥാർത്ഥ നേച്ചർ. തന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ സമാധിയാണ്. പക്ഷെ ഇപ്പൊ അതിനെ ആ സമാധിയെ എന്ന് പറഞ്ഞ് ഇതിനെ കെടുത്തിയിരിക്കുന്ന ആരാണ്? ഈ പറഞ്ഞ വിദ്യ, ഈ രജോഗുണ തമോ ഗുണ മനസ്സ്. ഇതാണ് വിക്ഷേപാവരണങ്ങളായിട്ട് രണ്ട് ശക്തിയായിട്ട് നിൽക്കുന്നത്. വിക്ഷേപം എന്ന് പറയുന്നത് ഇളക്കം, ആവരണം എന്ന് പറയുന്നത് ഈ കരുത്ത്, ഈ പറയുന്ന ഇരുട്ടും ഇളക്കവും. ഇത് രണ്ടും കൂടി ചേർന്നാണ് വാസ്തവത്തിൽ തന്റെ സ്വരൂപത്തെ മറച്ചു വെച്ചിരിക്കുന്നത്. ഒരു പറഞ്ഞു ഇതിനെ മറച്ചിരിക്കുന്നു. വിക്ഷേപാവരണ ശക്തികളാണ് ഇതിൽ നിന്നുണ്ടായതാണ്, പക്ഷെ അത് ഇതിനെ മറച്ചിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ സൂര്യന്റെ ചൂടുകൊണ്ടാണ് സമുദ്രജല ആവിയായി കാർമേഘമായി പോയത്. എങ്കിലും ഈ കാർമേഘം സൂര്യനെ മറയ്ക്കും. ഈ കാർമേഘം ഇതുപോലെ യഥാർത്ഥത്തിൽ സൂര്യന്റെ ചൂട് ശക്തി കൊണ്ട് തന്നെയാണ് ഇത് ഉത്ഭവിച്ചത്. പക്ഷെ ഉത്ഭവിച്ചതിനെ മറച്ചിരിക്കുന്ന പോലെ ഈ വൃത്തികളും ഈ ആത്മസൂര്യനെ മറച്ചിരിക്കുകയാണ്. പക്ഷെ പൂർണ്ണമായി മറയ്ക്കാൻ അതിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും സാമാന്യമായ ആ ജ്ഞാനമുണ്ട്. അതുകൊണ്ട് ഞാനെന്ന് എല്ലാവരും ഉച്ചരിക്കണം. അതുകൊണ്ടാണ് ഞാനെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ആരാണെന്ന് ഇതുവരെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? സുരേഷ്, ആ ഭാഗം മിസ് ചെയ്യണം. പക്ഷെ എല്ലാവരും ഞാനെന്ന് പറയുന്നു. ഒരിക്കൽ രമണ ഭഗവാന്റെ അടുക്കളയിൽ നിന്ന് കുസ്തിക്കാരുടെ ഇടയിൽ ഒരു വഴക്കുണ്ടായി. അതിലൊരാള് മറ്റേയാളോട് പറഞ്ഞു, നീ അങ്ങനെ ചെയ്യണ്ട, നീ നിനക്ക് എന്നെ അറിഞ്ഞൂടാ, ഞാൻ ആരാണെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് ഇത് ഇങ്ങനെ ഷോപ്പ് ചെയ്യായിരുന്നു. അത് ഭഗവാൻ ഇങ്ങനെ കേട്ടോണ്ട് വളരെ രസകരമായി തോന്നി. ഓടി അങ്ങ് ചെന്നു. അപ്പോ പിടിച്ചോ അതെത്താ ഞാൻ ആരാണെന്ന് അറിഞ്ഞൂടാ, അപ്പൊ നിനക്ക് അറിയാമല്ലോ, അതിനെ പിടിച്ചോളാം. ഇങ്ങനെ പറഞ്ഞ് കൊടുത്തതായിട്ട് നമ്മൾ കേട്ടു. യഥാർത്ഥത്തിൽ അവനെ അങ്ങനെ ഞാൻ നിശ്ചയമില്ലാതെ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കൂ. സുരേഷ് ചോദിക്കില്ല. പക്ഷെ അവൻ വ്യക്തമായി നോക്കിയിട്ടില്ലെന്നേ ഉള്ളൂ. എല്ലാവർക്കും നല്ല പരിചയമുള്ളതാണ്, പക്ഷെ ആരും നോക്കിയിട്ടില്ല. അല്ല എന്തോ പറയാ, അത് പിന്നെ ആവട്ടെ. ഇതാണ് തമസ്. എന്നാൽ ഈ ആവരണം ഇതിനെ മറച്ചു എന്ന് പറഞ്ഞ ഇതിനെയാണ്. ആ ശരിക്കും പറഞ്ഞാൽ തന്റെ സ്വരൂപം എല്ലാവർക്കും വ്യക്തമാണെന്നാണ് വേദത്തിന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് എല്ലാവരും ഞാനെന്ന് പറയുന്നത്. ഒരു കൊച്ചുകുട്ടി പോലെ ഞാനെന്ന് പറയുന്നു. പക്ഷെ അതിന് ആരാണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രം മതി. ഞാൻ ആരാണ്? ഈ ദേഹമാണോ? ഈ പറയുന്ന ഇന്ദ്രിയങ്ങളാണോ? ഈ മനസ്സാണോ? ഈ ബുദ്ധിയാണോ? ഇത് ഏതാണ് നീ എന്ന് ചോദിക്കുന്ന പക്ഷം മാത്രമേ ഈ വിചാരം ഉത്ഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞ ഇതല്ല എന്നുള്ള രൂപത്തിൽ ആ വിചാരത്തെ, ഇതിൽ അവിവേകത്തെ അവർ ഇതിൽ കൊണ്ടുവന്നു.
കൊണ്ടുവന്നിട്ട് നോക്കാൻ പറഞ്ഞു. നോക്ക്, നീ പാര്. അങ്ങനെയുള്ള ആ നേതി ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ സമാധി അനുഭവം വന്നിട്ട് അവരുടെ യഥാർത്ഥ രൂപം പ്രകടമാവും. അവർക്ക് ബോധ്യമായി, അയാൾക്ക് അത് ബോധ്യമായി എന്നാണ് അർത്ഥം. പക്ഷെ പറഞ്ഞു കൊടുക്കാൻ ഒക്കില്ല, കാരണം നമ്മുടെ അനുഭവമാണ്, എൻ്റെ ഉള്ളിലെ അനുഭവമാണ്, ഇത് വെളിപ്പെടുത്താൻ സാധ്യമല്ല. ഇതാണ് സുരേഷ്. അപ്പോൾ ഇവർക്ക് വ്യവഹാരവേളയില്ല സമാധി என்பாർ വികല്പമല്ലോ മനം അലൈந்து വിടാതോ വിട്ടാൽ അവതാനം നഴുവുമോ என்றாൽ அதற்கொரு திட்டாந்தம் கேள் ஆசை கொண்டு நவமாக பரபுருடன் தன்னை கூடினயந்து சுகமனுபவித்த நாரிதஞ்சம் നവമാക മണിത്തൊഴിലുകൾ ചെയ്യും പോതും നഴുവിയെ അനുഭവിച്ച സുഖം തന്നെ വിടാതെ അവര് ആ കാമുകനോട് ചേർന്ന് അവർക്ക് അനുഭവിച്ച സുഖത്തെ മറക്കാതെ തന്നെ ഈ പറയുന്ന വീട്ടുജോലികളെല്ലാം അനായാസമായിട്ട് ചെയ്ത് അങ്ങനെ പോകും. ഇതുപോലെയാണ് അവർക്ക്. അതുകൊണ്ട് അവരെ ഒരു കർമ്മവും അവരെ ദുഃഖിപ്പിക്കുന്നില്ല. ക്ലേശമായ ജോലികൾ വരെ അവര് ആനന്ദമായിട്ട് ചെയ്യും എന്ന് പറയുകയാണ്. ഇതാണ് അതിന്റെ അനുഭവം. അവർക്ക് മാത്രം നിഷ്കാമ്യമായിട്ട് ചെയ്യാൻ പറ്റും, ഒരു കാമനയും ഇല്ലാതെ, ഒരു പ്രത്യാശകളും ഇല്ലാതെ അവരെങ്ങനെ ഇത് ചെയ്തുകൊണ്ട് എങ്ങനെ ഇരിക്കും. ഇതാണ് ജ്ഞാനികളുടെ രീതി. സ്വാമി ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവതാരം എന്ന് വെച്ചാൽ ആത്മാ ഐക്യജ്ഞാന നിശ്ചയം. ദൃഢജ്ഞാനം അദൃഢജ്ഞാനം എന്ന് ജ്ഞാനം രണ്ടു പ്രകാരം ഇരിക്കുന്നു. അവയിൽ വൈരാഗ്യ ധ്യാനാഭ്യാസം വഴിയായി സ്വാധീന ചിത്തമുള്ളവർക്ക് തത്വജ്ഞാനം ഉണ്ടാകുന്നുവെങ്കിൽ അവരുടെ ബുദ്ധി ചോരനായകനിൽ അൻപുള്ള നാരിയുടെ ബുദ്ധി തങ്ങളുടെ വീട്ടുവേലകൾ ചെയ്യുമ്പോഴും ആ ചോരനായകനെ തന്നെ ധ്യാനിച്ചു നിൽക്കുന്നത് പോലെ നിരന്തരം തത്വത്തിന് തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കും. അപ്രകാരമുള്ള ജ്ഞാനം ദൃഢജ്ഞാനമെന്നും ചൊല്ലും. വൈരാഗ്യം ധ്യാനാഭ്യാസം ഇല്ലാത്തവൻ ഏതെങ്കിലും ഒരു പുണ്യവിശേഷത്താൽ തത്വജ്ഞാനം ഉണ്ടായാലും അവന്റെ ബുദ്ധി ചോരനാരിയുടെ ബുദ്ധി വീട്ടുകാര്യത്തെ മറന്നു പോകുന്നത് പോലെ ഉടനെ തന്നെ തത്വത്തെ മറന്നു പോകും. അപ്രകാരമുള്ള ജ്ഞാനം അദൃഢജ്ഞാനം എന്ന് പറയപ്പെടും. ദൃഢജ്ഞാനമുള്ളവൻ ദൃഢപ്രജ്ഞൻ. ഈ ദൃഢപ്രജ്ഞർ കാലഭേദത്താൽ സമാഹിതർ ഉദ്ധിതർ എന്ന് രണ്ടു വിധമായിരിക്കും. അവരുടെ ലക്ഷണം ഗീതയിൽ ഭഗവാനാൽ ചൊല്ലപ്പെട്ടിരിക്കുന്നു. ഇവിടെ ദൃഢപ്രജ്ഞരെ പറഞ്ഞതിനാൽ അവർക്ക് വ്യവഹാരം വിരോധമാകില്ല എന്നർത്ഥം. ദൃഢപ്രജ്ഞർക്ക് വ്യവഹാരം വിരോധമല്ല. അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാന് വ്യാസഭഗവാൻ അവതരിപ്പിച്ചത്. 23 ദേഹത്തനലനാകി അകർത്തനാകി ജീവനിന്റി പിരമമായി തെളിந்த മുത്തൻ പോകത്തെ ഉൺപാൻ എന്നാൽ കരുത്താവാമേ പൂരണമാം അകർത്തനുക്ക് പോകമുണ്ടോ ചോകത്തെ അറുത്തരുളും കുരുവേ இந்த துகள் அறுக்க வேண்டும் என்று சொன்னாயாகில் மாகர்த்தன் மாபோகி மாத்தையாகி வகை ஊண்டாயவர் இருக்கும் மகிமை கேளாய். தேகத்தன் அனலனாகி அகர்த்தனாகி ஜீவனின்றி பிரமமாய் தெளிந்த முத்தன் போகத்தை உண்பான் என்றால் கருத்தாவாமே பூரணமாம் அகர்த்தனுக்கு போகமுண்டோ சோகத்தை அறுத்தருளும் குருவே இந்த துகள் அறுக்க வேண்டும் என்று சொன்னாயாகில் மாகர்த்தன் மாபோகி மாத்தியாகி வகை மூன்றாம் ஆயவர் இருக்கும் மகிமை கேளாய். தேகத்தன் அலன் ஆகி അതാണ് സ്ഥൂല സൂക്ഷ്മ സംഘാദികൾ ഇരിക്കുന്ന മനുഷ്യത്വ ബ്രാഹ്മണത്വാദികളിൽ താതാത്മ്യം അറ്റവനായി അകർത്തനായി ജീവനിന്റി ആ സംഘാദികളിലുള്ള ജീവത്വം നശിച്ച് പിരമമായി പരിപൂർണ ബ്രഹ്മമായി തെളിந்த മുക്തൻ തന്നെ അറിഞ്ഞിരിക്കുന്ന ജീവൻ മുക്തന്മാർ ഭോഗത്തെ ഉൺപാൻ എന്നാൽ ഭോഗത്തെ ഭുജിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ കർത്താവാമേ
കർമ്മകർത്താവായ സ്ഥൂലസൂക്ഷ്മ സംഘാതങ്ങളും സംഘാത വിശിഷ്ടനും താനുമാകുമല്ലോ. പൂരണമാം അകർത്തനുക്ക് പരിപൂരണ ബ്രഹ്മം തന്നെ താനായിരിക്കുന്ന അകർത്താവായ ജീവൻ മുക്തന് ഭോഗമുണ്ടോ? പ്രാരബ്ധഭോഗം ഏത്? ചോഗത്തെ അറുത്തരുളും ഗുരുവേ, തുன்பത്തെ ഒഴിച്ച് അരുളായി നിൽക്കുന്ന അല്ലയോ ഗുരുവേ, இந்த തുകൾ അറക്ക വേണ്ടും എന്ന് ചൊന്നായി ആകി ഈ സംശയത്തെ നിവർത്തിപ്പിച്ച് ഉപദേശിക്കണമെന്ന് നീ പറയുകയാണെങ്കിൽ മാകർത്തൻ മാഭോഗി മാത്യാഗി എന മഹാകർത്തൻ മഹാഭോഗി മഹാത്യാഗി എന്ന് 3 വകയായി 3 വിധമായി അവർ ഇരിക്കും. ആ ജീവൻ മുക്തന്മാർ ഇരിക്കുന്ന മഹിമകളെ, മഹത്വത്തെ കേൾക്കുക. ഈ ചോദ്യത്തിന്റെ സാരം എന്തെന്നാൽ, ഏതൊരുത്തന് ദുഃഖമുണ്ടോ അവൻ ദുഃഖ നിവൃത്തി സുഖപ്രാപ്തികൾക്ക് നിമിത്തം ക്രിയ ചെയ്യുന്നവൻ അവനെ കർത്താവാകുന്നു. ഏവൻ കർത്താവോ അവൻ ഭോഗത്തെ ഉണ്ണുന്ന ഭോക്താവുമാകുന്നു. പുണ്യപാപങ്ങളെ ഉണ്ടാക്കുന്ന കർമ്മത്തിന് കർത്താവും കർമ്മഫലമായ സുഖദുഃഖങ്ങളായ ഭുജിക്കുന്ന ഭോക്താവും സ്ഥൂല സൂക്ഷ്മ സംഘാതങ്ങളാകയാൽ അവയ്ക്ക് സാക്ഷിയായ പരിപൂർണ ബ്രഹ്മസ്വരൂപം താനായ ജീവൻ മുക്തന് എങ്ങനെ കർത്തൃത്വ ഭോക്തൃത്വം ഉണ്ടാകും എന്നതാകും. ഇതാണ് സ്വാമിയുടെ അതിനെ കുറിച്ചുള്ള വിശദീകരണം. പറയുന്നു, ദൃഢപ്രജ്ഞരും അദൃഢപ്രജ്ഞരും ഒക്കെ പറഞ്ഞു. കാരണം അതില് ദൃഢപ്രജ്ഞരുടെ പ്രത്യേകത അവർ വ്യവഹരിക്കുമ്പോഴും അവർ തത്വത്തെ മറക്കുന്നില്ല. ആ തത്വത്തെ മറക്കുന്നത് വെച്ചാൽ അർത്ഥം എന്താണ് വിക്രമം? അതായത് തത്വം, ഇതിനെയാണ് തത്വം എന്ന് പറയുന്നത്. തത്വം എന്ന് വെച്ചാൽ ജീവൻ, ഈശ്വരൻ. ത്വം എന്ന് വെച്ചാൽ ജീവൻ. അപ്പം ഈശ്വരന്റെ ലക്ഷ്യാർത്ഥമായിരിക്കുന്ന ബ്രഹ്മവും ജീവന്റെ ലക്ഷ്യാർത്ഥമാകുന്ന കൂടസ്ഥനും ഒന്നാണെന്നുള്ള ഐക്യത്തിന്റെ നിശ്ചയത്തെയാണ് ഇവിടെ പറഞ്ഞത്. തത്വത്തെ മറക്കുന്നില്ല. ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ, തത്വം. ഇങ്ങനെ തത്വത്തെ പറഞ്ഞു. അതേസമയം മറ്റവർക്കുള്ള കുഴപ്പം എന്താണ്? അവർ വ്യവഹരിക്കുമ്പം ആ അദൃഢപ്രജ്ഞർക്ക് വ്യവഹാരവേള സമാധിയല്ല, അവർക്ക് വ്യവഹാരവേളയിൽ ഈ തത്വം മറന്നുപോകും. അവർ ഇത് മറന്നുപോകും. അത് ചോരനായികയും കഥ പറഞ്ഞ് നമ്മളെ ധരിപ്പിച്ചു. അത് മനസ്സിലായിക്കോളാം. ആ കഥ ഇതിൽ പ്രധാനമാണ്. അത് ഞാൻ കൂടുതൽ എടുത്ത് പറയാത്തതാണ്. ഇങ്ങനെയാണ്. അപ്പം കൈവല്യത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വലിയൊരു എക്സാമ്പിളാണിത്. അപ്പം ഈ രൂപത്തിൽ എപ്പോഴും ആ ചോര നായകനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമെന്നാണ് പറയുന്നത്. ആര്? ഈ ചോര നായിക. അവരെ മനത്തൊഴിലുകളെന്ന് പറഞ്ഞാൽ അവരെ വീട്ടുജോലികൾ ചെയ്യുന്നത് ക്ലേശകരമായ വീട്ടുജോലികളാണ്. പക്ഷെ അവരെങ്ങനെ ചെയ്യും? തത്വത്തെ മറക്കാതെ ആനന്ദത്തിലിരുന്ന് ചെയ്യും. അവരെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന ആ കർമ്മത്തിന്റെ പേരാണ് നിഷ്കാമകർമ്മം. ഇപ്പൊ കർമ്മം ചെയ്യുന്നെങ്കിൽ ബ്രഹ്മാനന്ദം മുറിയാതെ അതിൽ പ്രവൃത്തി ഉണ്ടാവണം. ഇടയ്ക്കെങ്കിലും ആ ചന്ദ്രനെ താമസിച്ചാണ് വരണത്. വെറുതെ ഏത് രൂപത്തിലായാലും അത് മുറി, ആ സംഭവം മുറി. അതിന് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവും. അത് വരാതെ അതിൽ പറഞ്ഞില്ല, ജ്ഞാനി അതിനെ ബ്രഹ്മാനന്ദ രസമാക്കി അനുഭവിച്ച് തീർത്ത് കളയുമെന്നാണ്. ആ തീർത്ത് കളയണത് ആ കർമ്മം പ്രാരബ്ധവശമായിട്ട് തനിക്ക് ചെയ്യേണ്ട കർമ്മമാണത്. പക്ഷെ ആ കർമ്മം ചെയ്യുമ്പോൾ അതിന് ഈ തത്വത്തെ മറന്നു നിന്നാണ് ചെയ്യുന്നത്. അതാണ് ജ്ഞാനികൾ. പക്ഷെ തത്വത്തെ ഒരു പൊടി പോലും മറക്കാതെ ചെയ്യുന്നവരാണ് ദൃഢജ്ഞാനികൾ. ആ ദൃഢജ്ഞാനം ഇതില് നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും ഒക്കെ എപ്പോഴും ആ തത്വത്തെ തന്നെ സ്മരിച്ചുകൊണ്ടായിരിക്കണം ഈ കർമ്മത്തിൽ നിലകൊള്ളാൻ. അങ്ങനെ നിലകൊള്ളാൻ ഒരു വിധപ്പെട്ടവർക്കൊന്നും പറ്റൂല. പക്ഷെ അത് പറ്റണമെങ്കിൽ ഈ പറയുന്ന ആനന്ദാനുഭവം ഇതിൽ വന്ന് നിഴലിക്കണം.
അതിനെന്ത് വേണം? ഇത് ധ്യാനാനുഷ്ഠാനങ്ങൾ ചെയ്ത സമാധിയെ ഉറപ്പിച്ച് ഇങ്ങനെ പഴകി വരുന്നവർക്ക് അവരുടെ അനുഭവമാണ്. കണ്ടില്ലേ പരമേശ്വര സ്വാമികള് അവിടെ ഒരു മുരുകക്ഷേത്രം സ്ഥാപിച്ച് അതിന് പൂജ ചെയ്ത് കഴിയുകയാണ് ആര്? ഗുരുദേവൻ. ആ സമയത്ത് ഇവിടുന്ന് അവിടുത്തെ ആ ശിവരാത്രി ഏതോ ഒരു സമയത്ത് ഈ ആശ്രമം കൂട്ടിക്കൊണ്ട് ഒരാഴ്ച പോകും. ഒരൊറ്റ ദേഹണക്കാർ വേണ്ട സുരേഷ്, ഒറ്റയ്ക്ക്. അതോ 4 പേര് വിളിച്ചാൽ പൊങ്ങാത്ത ആ ഉരുളി ഉണ്ടാവും, ഒറ്റയ്ക്കെടുത്തോണ്ട് പോയി അവിടെ അടുക്കൊണ്ട് വയ്ക്കുമെന്നാണ് പറയുന്നത്. എന്താണ് സുരേഷ് അതിന് അധികമായ സാമർത്ഥ്യം എന്തെങ്കിലുമാണ്? ഒന്നുമല്ല, ആണുത്വത്തെ കുറിച്ച് നിൽക്കുന്നത്. ജ്ഞാനത്തിന്റെ സെക്കൻഡറി അനുഭവം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഈശ്വരന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ അനുഭൂതി, വിട്ടുമാറാത്ത അനുഭൂതിയിൽ അയാൾക്കുള്ള തെറ്റാണ്. അവർ എന്ത് ചെയ്യുന്നെങ്കിലും അയാൾക്കതൊരു ക്ലേശമേ അല്ല. പിന്നെ ഈശ്വരനല്ലേ, അവർക്ക് ആ അഷ്ടസിദ്ധികളും അവരിൽ ഇരിക്കുകയാണെന്നൂടെ ഓർമ്മിക്കണം. ഈശ്വരത്വം വന്നു കഴിഞ്ഞാൽ സിദ്ധി ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരും. ആണിമ, ലേഖിമ, ഗേരിമ, മഹിമ എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതൊന്നും പ്രകടമാക്കില്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ അത് പ്രകടമാവുന്നുണ്ട്. സ്വാമിക്കൊക്കെ വളരെ ശക്തമായിട്ട് അത് ഉണ്ടായിരുന്നതാണ് പറയുന്നത്. ഇതിലോ അവിടെ ഇരുന്നുകൊണ്ട് പറയാം, ഓ വന്നോ പരമേശ്വരൻ വന്നോ, മതി. ഓ പരമേശ്വരനെ അങ്ങനെയല്ലേ സ്വയം പറയുന്നത്? പരമേശ്വരൻ എന്നാണ് പറയുന്നത്. ആ പരമേശ്വരൻ വന്നല്ലോ, ഇനി ഒന്നും നമ്മൾക്ക് അറിയണ്ട, എല്ലാം ശരിയായിക്കോളൂ. സ്വാമിക്ക് ഒരു പോലും പിന്നെ അത് അങ്ങനെ ചെയ്യണോ, ഇതിങ്ങനെ എടുത്ത് അപ്പുറത്ത് ചെയ്യണോ എന്നൊന്നും പറയണ്ട, എല്ലാം മുറക്കങ്ങ് നടന്നോളൂ. ഇങ്ങനെയാണ്. കാരണം ഇത് എന്താണ്? ആ ജ്ഞാനം ഫലിച്ചപ്പോൾ ആ നിഷ്കാമ്യമായിട്ടുള്ള കർമ്മം ഇതില് അനായാസമായിട്ട് കർമ്മം ചെയ്യാനുള്ള ഒരു ശക്തി ഇതിൽ വന്നു കഴിഞ്ഞു. നമ്മള് മനസ്സിലാക്കണം, എല്ലാവർക്കും പറ്റില്ല വിക്രമമാണ്. കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാലേ അത് ആനന്ദമായിട്ട് ചെയ്ത രൂപം അത് ജ്ഞാനികളുടെ മാത്രമാണ്, ഓർമ്മിച്ചോണം. ഇനി ആർക്കെങ്കിലും എങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ അവർ ജ്ഞാനത്തിൽ വന്നിരിക്കുകയാണെന്നുകൂടെ ഓർമ്മിച്ചോണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു സിഗ്നലാണത്. അവരെല്ലാം ആനന്ദമായിട്ട് ചെയ്തു കളയും. അവർക്ക് ഒരു പരിഭവമില്ല, ഇന്നാൾ ചെയ്തു ഇന്നാൾ ചെയ്തില്ല, അങ്ങനെയൊന്നും ഒരു പരിഭവമില്ല. എന്തെങ്കിലും ലാഭത്തിന് ഇച്ഛിച്ചാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെയില്ല. പേര്, പുകഴ്, ഇങ്ങനെയുള്ള അഭിമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവർ ചെയ്യുന്നത്. അവർ നിഷ്കാമ്യമായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇതിനെയാണ്, ഈ ഒരു സംഭവത്തെയാണ്. പക്ഷെ ആ നിഷ്കാമ്യമായിട്ട് ജ്ഞാനികൾക്ക് മാത്രമേ കർമ്മം ചെയ്യാൻ സാധിക്കൂ എന്നാണ് വേദ അസന്നിഗ്ധമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി മറ്റുള്ളവരെല്ലാം കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞാലും അവര് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ. ഗുരു അനുശാസിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും നിഷ്കാമകർമ്മമാണ്. അതേ ഒരു കാര്യം ചെയ്യും, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പിന്നെ പൂജയ്ക്ക് കയറിക്കോ, അത് നിഷ്കാമകർമ്മമാണ്. കാരണം എന്താണെന്നറിയാം, തന്റെ കർത്തൃത്വം ഇതിലില്ല, പൊടി പോലും ഇല്ല. അടിയന്തരം ചെയ്യുന്നു, സ്വാമിയുടെ കൽപ്പന അടിയൻ ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നിഷ്കാമകർമ്മമാണ്. അല്ലാതെ നമ്മളായിട്ട് എന്തെങ്കിലും ഒരു പരിവർത്തനപ്പെടുത്തി ചെയ്യുന്നതെല്ലാം കാമ്യകർമ്മങ്ങളാണ്. നമ്മൾ മനസ്സിലായിക്കോളൂ കേട്ടോ. ഇത് വളരെ ഇതിന്റെ ഇഴകേറി നോക്കിക്കഴിഞ്ഞാൽ പലതും കാണാൻ സാധിക്കും. വിവേകികൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാം സൂക്ഷ്മം വീക്ഷിക്കണം. വീക്ഷിച്ചിട്ട് എപ്പോഴും ആ നിഷ്കാമകർമ്മം, ആ കാമ്യത്തിലേക്ക് പോകാനുള്ള ട്രെൻഡാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അനാദി ജന്മങ്ങളായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് മാറിപ്പോവാൻ നോക്കണം. ഇങ്ങനെയാണ് അവർ പറയുന്നത്. അവരെ സംബന്ധിച്ച് 3 തരം ജീവൻ മുക്തന്മാര് ഇതിൽ വന്നു ചേരും. 3 തരത്തിലാണ് ഇരിക്കുന്നത്. ഈ 3 തരത്തില് ഏതെങ്കിലും ഒന്നിൽ പെടാത്തതാണെങ്കിൽ ആ ജീവൻ മുക്തി ഇതിൽ വന്നിട്ടില്ല എന്നർത്ഥം. ഇതിനെ സ്വാമി വിശദമാക്കാൻ പോകുന്നു. ഓരോരുത്തർക്കും അവരവർക്ക് തന്നെ പരീക്ഷിച്ച് നോക്കാം. അവർ പറയുന്നു, അതിൽ ഒരു ജീവൻ മുക്തന്റെ പേരാണ് മഹാകർത്തൻ. ഇത് നമ്മൾ ഇതിൽ പറയും മഹാകർത്തൻ. രണ്ടാമത്തെ ആളുടെ പേര് മഹാഭോഗി. മൂന്നാമത്തെ ആളുടെ പേര് മഹാത്യാഗി. മഹാത്യാഗികളായിട്ട് ഇതിലിരിക്കുന്നവരുണ്ട്, മഹാഭോഗികളായിട്ടിരിക്കുന്നവരുണ്ട്, മഹാകർത്തനായിട്ടിരിക്കുന്നവരുണ്ട്. കർത്താവായിട്ടല്ല, മഹാകർത്തൻ.
മഹാ ചേർത്തുള്ള കർത്തൻ എന്ന് പറയുന്നത് ഈശ്വരത്വമാണ്, അത് വേറെയാണ്. മഹാഭോഗി, മഹാ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, ഈശ്വരന്റെ സ്വഭാവമാണ്. ഈശ്വരൻ കർമ്മം ചെയ്യുന്നു, ആ കർമ്മഫലം ഈശ്വരനെ ബാധിക്കുന്നുണ്ടോ സുരേഷ്? ഇല്ല. കാരണം എന്താണ്? ഈശ്വരൻ കർമ്മം ചെയ്തത് മഹാകർത്തനായിട്ടാണ് ചെയ്തത് കർമ്മം. ഈശ്വരൻ ചെയ്ത കർമ്മങ്ങൾക്ക് ഈശ്വരന്റെ കർമ്മഫലം ഇല്ല. അതിന് സ്വാമി ചെറിയൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊരാളിനെ കൊല്ലുകയാണ്, ഹിംസിക്കുകയാണെങ്കിൽ അത് കൊടിയ പാവം. പക്ഷെ ഒരു പട്ടാളക്കാരനാണ് കുറച്ച് ആളുകളെ കൊല്ലുന്നെങ്കിൽ അത് വീരസ്വർഗം, അതല്ലേ? കാരണം എന്താണ്? പട്ടാളക്കാരൻ കൊന്നതും താൻ കൊന്നതുമായിട്ടുള്ളതിന്റെ വ്യത്യാസം എന്താണ്? പട്ടാളക്കാരൻ അയാൾക്ക് വേണ്ടിയല്ല ചെയ്തത്, ലോകോപകാരപ്രദമായിട്ട് ചെയ്തിരിക്കും. അതേസമയം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കാമ്യത്തെ ഉദ്ദേശിച്ച് ചെയ്തതാണ്, അത് പുതിയ പാപം. ഇപ്പൊ ഈശ്വരനും ജീവനും കർമ്മം ചെയ്യുന്നു. ഈശ്വരൻ സ്വലാഭത്തിന് വേണ്ടിയല്ല, പക്ഷെ ലോകോപകാരപ്രദമായി കർമ്മം ചെയ്യും. അതുപോലെ അതേസമയം ജീവന്മാര് തന്റെ ലാഭത്തിന് വേണ്ടിയുള്ള കർമ്മം. ആ തന്റെ ലാഭമാണ് പേര്, അഴക്, പേര്, പുകഴ്, ധനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ച് അവരുടെ താല്പര്യം. അപ്പൊ ഈ രൂപത്തിൽ കർമ്മം ചെയ്ത് ജീവന്മാരും കർത്താവായിട്ടിരിക്കൊണ്ട് മാകർത്താവായിട്ട് ഈശ്വരനും ഇതിലിരിക്കൊണ്ട് ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ഇതിൽ പറയും. ഏതൊരുത്തന് ദുഃഖമുണ്ടോ അവൻ ദുഃഖ നിവർത്തി സുഖപ്രാപ്തികൾക്ക് നിമിത്തം ക്രിയകൾ ചെയ്യുന്നവൻ അവനാണ് കർത്താവ്. ഏതൊരുത്തന് ദുഃഖമുണ്ടോ, ദുഃഖ നിവർത്തിക്ക് വേണ്ടിയിട്ടാണ് പോലും എല്ലാവരും കർമ്മങ്ങൾ ചെയ്യുന്നത്. ഏതൊരുത്തന് ദുഃഖമുണ്ടോ അവൻ ദുഃഖ നിവർത്തി സുഖപ്രാപ്തികൾക്ക് നിമിത്തം ക്രിയകൾ ചെയ്യുന്നു, അവനാണ് കർത്താവ്. ഏവൻ കർത്താവോ അവൻ തന്നെയാണ് ഭോക്താവ്. ഭോക്താവ് എന്ന് വെച്ചാൽ അതിന്റെ കർമ്മഫലത്തെ അനുഭവിക്കുന്നവരും അവൻ തന്നെയാണ്. പുണ്യപാപങ്ങളെ ഉണ്ടാക്കുന്ന കർമ്മത്തിന് കർത്താവും കർമ്മഫലമായ സുഖദുഃഖങ്ങളെ ഭുജിക്കുന്ന ഭോക്താവും സ്ഥൂല സൂക്ഷ്മ സംഘാതങ്ങളാകയാൽ അവയ്ക്ക് സാക്ഷിയായി പരിപൂർണ ബ്രഹ്മത്തിന് ബ്രഹ്മസ്വരൂപം താനായ ജീവൻ മുക്തന് എങ്ങനെയാണ് കർത്തൃത്വ ഭോക്തൃത്വാദികൾ ഉണ്ടാകുമെന്ന് പറയുക? അവരെ സംബന്ധിച്ച് ഈ പറയുന്ന രൂപത്തിൽ കർത്തൃത്വ ഭോക്തൃത്വാദികൾ ഇല്ല. ഇത് അറ്റവരെയാണ് ജ്ഞാനികളായിട്ട് പറയുന്നത്. കർത്തൃത്വ ഭോക്തൃത്വാദികൾ അറ്റവരെയാണ് ജ്ഞാനികളായിട്ട് പറയുന്നത്. എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവൻ കർത്താവാണ്. ഇനി ആ കർത്താവ് എങ്ങനെയാണ് കർത്താവ് ആയതെന്ന് ചോദിച്ചാൽ, ഒരു കർമ്മം ചെയ്യുന്നത് എന്തിനു വേണ്ടി വെച്ചാൽ ദുഃഖ നിവർത്തിക്കും സുഖപ്രാപ്തിക്കും വേണ്ടി മാത്രമാണ്. അപ്പൊ ദുഃഖ നിവർത്തി സുഖപ്രാപ്തിക്കായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ആരാണോ ചെയ്യുന്നത് അവനാണ് കർത്താവ്. ഈ കർത്താവ് തന്നെയാണ് ഈ കർമ്മഫലത്തെ അനുഭവിക്കുന്ന ഭോക്താവ്. എന്നാൽ ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ ജ്ഞാനി സുഖദുഃഖങ്ങൾക്ക് കർത്താവ് ഭോക്താവുമായ ജീവൻ സാക്ഷിയായിട്ടിരിക്കുകയാണ്. ആ സാക്ഷിയാണ് താനാണെന്നുള്ള ആ നിശ്ചയം അനുഭവമുള്ള ആളാണ് ജ്ഞാനി. അതുകൊണ്ട് തന്നെ ഈ ജ്ഞാനി അവർക്ക് കർത്തൃത്വ ഭോക്തൃത്വാദികളില്ല. അവരറിഞ്ഞു, സമാധിയിൽ അറിഞ്ഞത് എന്താണ് എന്നറിയാമോ സുരേഷ്? സുഷുപ്തിയിൽ നമ്മൾ എന്തറിഞ്ഞു? സുഷുപ്തി ഉണർന്ന പുരുഷൻ എന്താണ് അറിഞ്ഞത്? ഞാൻ സുഖമായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. ഇതാണ് സുഷുപ്തി കഴിഞ്ഞു വരുന്ന ആ ആളിന്റെ പ്രത്യഭിജ്ഞ എന്ന് പറയാം, സ്മൃതി എന്നാണ് പറയുന്നത്. ഇനി സമാധി ഉണർന്നു വരുന്ന ആളുടെ പ്രത്യഭിജ്ഞ എന്തിനാണ് കൃഷ്ണ? സമാധിയിൽ നിന്ന് വരുന്ന ആൾ പറയുന്നു, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതായത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു വ്യത്യാസം. ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ ഒരു കർത്താവല്ല, ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാനൊരു കർത്താവല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം.
അതുകൊണ്ട് നമ്മുടെ സ്വാമി പറഞ്ഞത് ഒന്നിനും കർത്തൃത്വം എടുക്കരുത്. ഇപ്പോൾ ഒരു ലഘു ഉപദേശമാണ് പറഞ്ഞത്, ഒന്നിനും കയറി കർത്തൃത്വം എടുക്കരുത്. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെ അത് ചിലപ്പോൾ അതിന് വിരുദ്ധം സംഭവിക്കുമ്പോൾ നമുക്കതിന് വിഷമം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാം ഈശ്വരന് വിടുക. കർത്തൃത്വം എല്ലാം ഈശ്വരന് വിട്ടിട്ട് നീ ജസ്റ്റ് അതിനെ ഒബേ ചെയ്യുന്ന ആളായി നിന്റെ കൂടെ നിന്നുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് ഒരു എതിരഭിപ്രായം വന്നാൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് മഹത്തുക്കൾ കർത്തൃത്വം എടുക്കുക. ചിന്മയ സ്വാമികൾക്ക് കെട്ടിടങ്ങൾ വെക്കുന്ന സമയത്ത് ജ്ഞാനികൾക്ക് നമുക്കറിയാലോ വിൽ പവറാണ്, ഭയങ്കര വിൽ പവറാണ്, എല്ലാത്തിനും ശേഷിയുള്ളവരുമാണ്. പക്ഷേ ഇത് വെക്കാൻ നേരത്ത് ജ്യോത്സ്യനെ വിളിക്കണമെന്ന് പറഞ്ഞു. നമുക്കൊരു ജ്യോത്സ്യൻ വേണമെന്ന്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ ഇത് സംബന്ധിച്ചൊരു ഒരു സംശയങ്ങളൊക്കെ ഉണ്ടായി. നമ്മളെ കർത്തൃത്വം എടുക്കണ്ട, ഇതിൻ്റെ കർത്തൃത്വം നമ്മൾ എടുക്കണം. ഈശ്വരൻ വിടുക. ഈശ്വരൻ വിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനുള്ള വകുപ്പുകളും വഴികളുണ്ട്. ഈ ജ്യോതിഷമെന്നുള്ള ഈശ്വരൻ വിടുന്ന ഒരു രീതിയാണ്. ഈ ജ്യോതിഷനാരെന്ന് പറയും, ദൈവജ്ഞനെയാണ് ജ്യോതിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ജ്യോതിഷനെ വിട്ടിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമിക്ക് അറിഞ്ഞിട്ടായിരുന്നു, അപ്പം അങ്ങനെ ചെയ്യില്ല. ഒന്നിലും കർത്തൃത്വം എടുക്കില്ല. കർത്തൃത്വം എടുക്കൂല എന്ന് മാത്രമല്ല, കർത്തൃത്വ ബുദ്ധി നശിച്ചവരെയാണ് ജ്ഞാനികളായിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് കർത്തൃത്വം എടുത്തു കഴിഞ്ഞാൽ വളരെ ജീവനായി. അത് കർത്തൃത്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞത് ഈശ്വരൻ തന്നെയാണ്, അത് ഒരു ജ്ഞാനി തന്നെയാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ സൂത്രങ്ങൾ പറഞ്ഞത്. സ്വാമിയുടെ ആ ഒരു വിദേശത്തിന്റെ ചില വെളിച്ചങ്ങളാണ് നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ ഹൃദയങ്ങളിൽ ഇരുന്നുകൊണ്ട് വലിയ തകരാറ് വരാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ആകെ പോയി പറഞ്ഞ് മനസ്സിലായില്ലോ. ജീവന്മാരാണ്, അവർക്ക് ഏതാണെന്ന് അറിഞ്ഞൂടാ. ഒരു പഴകിയ വാസന അനുസരിച്ച് വലിയ പ്രശ്നങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയേ ഉള്ളൂ ഓരോ സ്ഥലങ്ങളിൽ. ഇതെല്ലാം ആ സ്വാമിയുടെ ചെറിയ ചില ഉപദേശ അരുക്കൾ ഇരുന്നുകൊണ്ട്, ഉപദേശ അരുക്കൾ എന്ന് വെച്ചാൽ ഉപദേശമാകുന്ന സൂര്യവട്ടം ഇതിലിങ്ങനെ ഉണ്ട്. അത് അവിടെ മിന്നി അതിനകത്തുള്ള അന്ധകാരത്തെ മാറ്റിക്കളഞ്ഞു. ഇങ്ങനെയാണ് സുരേഷ് എല്ലാ സ്ഥലങ്ങളിലും വരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന് തക്കതായ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന രൂപത്തിൽ ആളുണ്ടാവും. ഇനി സ്വാമി ഉണ്ടായാലും ശിഷ്യന്മാരതിന് വഴിപ്പെട്ടെന്ന് വരില്ല. ഇതിനൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പം ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് ഒരു കർത്തൃത്വം അവരെടുക്കില്ല. എല്ലാം ഈശ്വരന് വിട്ട് ഗുരുവിന് വിട്ട് നിൽക്കുന്ന ഒരു നിലയാണ് വാസ്തവത്തിൽ ഈ ജ്ഞാനികൾക്കുള്ളത്. എല്ലാം സർവസംഘ പരിത്യാഗികളായി സർവ്വതവും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട്, ഈശ്വരനല്ല ഗുരുവിൽ അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അവര് ആ പ്രാരബ്ധം തള്ളി നീക്കി. ഇങ്ങനെ തള്ളി നീക്കി ഒരു പരിധി കഴിഞ്ഞാലുണ്ടല്ലോ ഈ ജ്ഞാനെങ്കിൽ ഇങ്ങനെ വരുമെന്നറിയാമോ? അതാണ് അതിശയമാവുന്നത്. അതാണ് അത്ഭുതകരമായ മുക്തി എന്നാണ് അവർ പറയുന്നത്. ഇതിൽ പറയുന്നത് മുക്തിയെ പറ്റി പറയുമ്പോൾ ഒരു മുക്തി എന്നല്ല പറയണം, അത്ഭുത മുക്തി ചേരും അപവാദ വഴി നീക്കേണ്ടതായി. ഇതിന് അത്ഭുതമായ മുക്തി ഇതിൽ എങ്ങനെ വന്നു ചേരുന്നു? ഒരു യോഗ്യത ഉണ്ടാവില്ല സുരേഷ്. അപ്പോഴും മഹത്തുക്കൾ ചോദിക്കുന്ന ഇതാണ്, ഭഗവാനെ ഞാൻ എന്ത് പുണ്യമോ ചെയ്തേ, എന്ത് ഭാഗ്യമോ ചെയ്തേ, ഇങ്ങനെയുള്ള ഈ അന്ധക്കരണമുള്ള ഈ മ്ലേച്ഛനും മൂഢനുമായ ഇവന് നീ ഞാനും പ്രദാനം ചെയ്തല്ലോ എന്നുള്ള രൂപത്തിലാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആർക്കും ഇതിനുള്ള യോഗ്യത വരില്ല സുരേഷ്. കാരണം ആ പ്രാരംഭം കിടക്കയല്ലേ, അത് വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കും ഒരു വശത്തുള്ള. ഇതിന്റെ ഇടയിൽ കൂടെ ഒരു പരിധി വരെ ഒരല്പം മാത്രമെങ്കിലും നീ പരിശ്രമിക്കുകയാണെങ്കിൽ ബാക്കി കാര്യം ഞാൻ ചെയ്തോളാമെന്ന് ഗുരു നിൽക്കുകയാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് എത്ര ക്ലേശിച്ചായാലും ഇത് അല്പം ചെയ്ത് വരുന്നവർക്ക് ആ ഗുരുവിന്റെ അനുഗ്രഹമാണ്. സാക്ഷാത് ആ ഗുരുവിന്റെ അനുഗ്രഹം ഏത് രൂപത്തിലാണ്, ഏത് ഗുരുവായാലും ആ രൂപത്തിൽ തന്നെ പ്രത്യക്ഷമായെങ്കിലും ശ്രീ രാമാനന്ദ ഗുരുദേവനെയാണ് നമ്മൾ ബലമായി പിടിച്ചെങ്കിൽ സ്വാമി തന്നെ ഒന്ന് അനുഗ്രഹിക്കും. അതല്ലെങ്കിൽ ആരെ വേണോ ഏത് രൂപത്തിൽ വേണമെങ്കിലും അത് അനുഗ്രഹിക്കും. ഇത് മനസ്സിലാക്കിക്കൊള്ളുക. എന്നാൽ ഇത് എത്ര
ഈ പറഞ്ഞു തരുന്നത് എന്താ പറയുക, ഞങ്ങൾക്കൊക്കെ ഇത് സ്വാമി പറഞ്ഞു തന്നതിന്റെ ഓർമ്മകൾ ഇരിക്കുക. ഇങ്ങനെ പഴകി ഇങ്ങനെ കഴിഞ്ഞു വരുന്നവർക്ക് അവർ വിചാരിക്കുക എനിക്കിതൊന്നും സാധ്യതയല്ല, ഇതൊന്നും നടക്കാത്ത കാര്യം. പക്ഷെ അങ്ങനെ വിചാരിക്കണ്ട. അവര് പറഞ്ഞ സ്വന്തത് കേൾപ്പായാകിൽ തുടർഭവം തുലയുമല്ല, പറഞ്ഞതിനെ കേട്ടാ മതി. ഇനി അത് നടക്കുമോ നടക്കില്ല എന്നൊന്നും നീ ചിന്തിക്കേണ്ടതാണെന്നാണ് പറഞ്ഞു എല്ലാമാണ്. അപ്പം ഈ പദ്യത്തിൽ നിന്നൊരു അർത്ഥം പിടി കിട്ടിയല്ലോ. ഇതിൽ 3 വിധത്തിലുള്ള ജ്ഞാനികളാണ് ഉണ്ടാവുന്നത്. ഒരാളുടെ പേര് മഹാകൃഷ്ണൻ, ഒരാൾ മഹാഭോഗി, ഒരാൾ മഹാത്യാഗി. ഈ 3 പേരുടെയും ലക്ഷണങ്ങൾ അടുത്ത പദ്യത്തിൽ പറയാൻ പോകുന്നു. ഓമയ്യനേതുള്ളതിന്നനന്ദ ജന്മങ്ങളാണ്ടമയ്യനെ ഉപദേശിച്ച വെളിവന്ന ഗുരുവേ മാറ്റി ഉയവേ മുക്തി നൽകുന്നവരിക്കോരുതവിനായും കാണേ തിരുവടി പോറ്റി പോറ്റി.